ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ ഇന്ന് നമ്മള് LP UP കേട്ടിട്ട് തുടങ്ങിയ പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട NCERT ടെക്സ്റ്റിലെ സയൻസ് ആണ് പഠിക്കുന്നത്. ഈ എക്സാമുകൾക്ക് മാത്രമല്ല, LDC, CPO, ഡിഗ്രി ലെവല് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും PSC അടുത്തിടെയായിട്ട് SCERT എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളും ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇന്ന് നമ്മള് SCERT 5ാം ക്ലാസ്സിലെ സയൻസ് ആണ് എടുക്കുന്നത്. സയൻസിന് 2 ടെക്സ്റ്റ് ഉണ്ട്, പാർട്ട് 1 പാർട്ട് 2. ഇതിൽ പാർട്ട് 1 ആണ് എടുക്കുന്നത്. 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, കാണാത്തവർ അതുകൂടെ കാണുക. അപ്പൊ നമുക്ക് 5ാം ക്ലാസ്സിലെ പാർട്ട് 1ൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഒന്ന്, സസ്യലോകത്തെ അടുത്തറിയാം. പിന്നെ ജീവജലം, മാനത്തെ നിഴൽ കാഴ്ചകൾ, വിത്തിനുള്ളിൽ ജീവൻ, ഊർജത്തിന്റെ ഉറവകൾ. സസ്യലോകത്തെ അടുത്തറിയാം. വിവിധതരം സസ്യങ്ങൾ, അവയുടെ പ്രത്യേകതകളൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാല് സസ്യങ്ങള് വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളം, പിന്നെ ഇതിന്റെ കൂടെ മറ്റ് പോഷണത്തിനുള്ള ലവണങ്ങള്, അതുകൂടാതെ സസ്യങ്ങളുടെ ഇലകളിലെ സുഷിരങ്ങളുണ്ട്. ആ സുഷിരത്തിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കും. അപ്പൊ ഈ വാതകങ്ങളും വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളൊക്കെ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും മറ്റു ലവണങ്ങളുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അറിയാലോ, ഏതാണ്? ഓക്സിജൻ ആണ്. പിന്നെ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുന്നതിന് സസ്യങ്ങളിൽ ഒരു ഘടകം കൂടെ വേണമല്ലോ. ഏതാണത്? അതാണ് ഹരിതകം. അപ്പൊ ഹരിതകം എന്ന് പറയുന്ന ഈ വർണ്ണവസ്തുവിന്റെ സഹായത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രകാശ സംശ്ലേഷണം നടന്നതിന്റെ ഉപോൽപ്പന്നമായിട്ട് എന്താണ് നിർമ്മിക്കപ്പെടുന്നത്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനൊപ്പം ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പകൽ സമയത്ത് ഓക്സിജൻ ആണ് സസ്യങ്ങൾ പുറത്തുവിടുന്നത്. കാരണം പകൽ സമയത്താണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇങ്ങനെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നത് കൊണ്ട് സസ്യങ്ങളെ എന്തെന്നും കൂടെ പറയുന്നുണ്ട്? സ്വപോഷികൾ. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സ്വപോഷികൾ എന്നും സസ്യങ്ങളെ പറയുന്നുണ്ട്. അപ്പൊ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നു, സസ്യങ്ങൾ ഓക്സിജൻ പുറന്തള്ളുന്നു. അപ്പൊ രാത്രിയിലോ? രാത്രിയിൽ ഈ പ്രവർത്തനം നടക്കുന്നില്ല. തന്മൂലം നമ്മളെ പോലെ തന്നെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് സസ്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഈ രാത്രി എന്തെങ്കിലും മരത്തിന്റെ ഒക്കെ ചോട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നത്. കാരണം എന്താ? ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് കൂടുതൽ. കുറച്ച് മുമ്പ് നമ്മള് സസ്യങ്ങള് വായു വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന ഏതോ ഒരു സുഷിരത്തിൽ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ സുഷിരം? അതിന്റെ പേരെന്താണ്? ആ സുഷിരത്തിനാണ് ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ സസ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗമാണ് ആസ്യരന്ധ്രം. ഇതിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത്. അതുപോലെ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ആസ്യരന്ധ്രത്തിൽ കൂടെ തന്നെയാണ്. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ ഒരു വർണ്ണവസ്തു വേണം. അതിന്റെ പേരാണ് ഹരിതകം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഈ ഹരിതകത്തിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുകയാണ്. അപ്പൊ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളിലെ വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹരിതകമാണ്. ഈ ഹരിതകം കൂടുതൽ കാണപ്പെടുന്നത് സസ്യങ്ങളുടെ ഇലകളിലുമാണ്. ഇനി ചെമ്പരത്തിപ്പൂ ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂ മഞ്ഞയായിട്ടിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെയും എന്തൊക്കെയോ വർണ്ണവസ്തുക്കൾ ഉണ്ടാവണമല്ലോ. ഇതിന്റെ പേര് നമ്മൾ പഠിക്കാൻ പോവാണ്. പല നിറങ്ങൾ. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ പച്ച നിറത്തിലുള്ള ഹരിതകമല്ലാതെ മറ്റു കളറിലെ വർണ്ണവസ്തുക്കളും സസ്യങ്ങളിലുണ്ട്. ഈ സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണവസ്തുവിന്റെ കളറ് മഞ്ഞയാണ്. അപ്പൊ സസ്യങ്ങള് ചില ഇലകളൊക്കെ മഞ്ഞ കളറിൽ ഇരിക്കുന്നതിന്റെ റീസൺ എന്താ? അതിൽ സാന്തോഫിൽ ഉണ്ട്. ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി കരോട്ടിൻ ഉള്ളവ. കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഉള്ളത് എന്ത് കളറിൽ കാണപ്പെടും അറിയാവോ? ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിൽ കാണപ്പെടും. ഇനി ആന്തോസയാനിൻ എന്ന വർണ്ണവസ്തുള്ള ഇലകൾ ഏതിൽ കാണപ്പെടും? ഏത് കളറിലാണ് കാണപ്പെടുന്നത്? ചുവപ്പിലാണ്. ഇനി ഇത് ഓർത്ത് വയ്ക്കാം. കാരണം ഈ സാന്തോഫിലും ആന്തോസയാനും കരോട്ടിനൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഓർത്തേ. നമ്മളിങ്ങനെ സന്തോഷം വരുമ്പോ ഇങ്ങനെ ചിരിക്കുമല്ലേ? ചിരിക്കുമ്പോ എന്ത് കാണും? നമ്മുടെ മഞ്ഞപ്പല്ല് കാണും. അപ്പൊ സന്തോഷം വരുമ്പോ ചിരിക്കും, ചിരിക്കുമ്പോ നമ്മുടെ മഞ്ഞപ്പല്ല് കാണും. സാന്തോഫിൽ മഞ്ഞ. ഓർത്തല്ലോ. ഇനി അടുത്ത് കരോട്ടിൻ. അത് നമ്മുടെ ക്യാരറ്റ് വെച്ച് ഓർത്താൽ മതി. ക്യാരറ്റിന്റെ കളർ എന്തുവാ? ഒരു ഓറഞ്ചും മഞ്ഞയും പോലത്തെ ഒരു കളർ അല്ലേ? അത് ക്യാരറ്റ് വെച്ച് കരോട്ടിന്റെ കളർ ഓർത്ത് വെക്കാം. പിന്നെ ആന്തോസയാനിൻ. നമ്മൾ എന്തെങ്കിലും മുളകൊക്കെ എടുത്ത് കയ്യൊക്കെ അങ്ങ് ആന്തുമല്ലോ. ആന്തി കഴിയുമ്പോ നമ്മുടെ കൈയുടെ കളർ എന്താ? ചുവപ്പ് കളർ ആവത്തില്ലേ? അപ്പൊ ആന്തോസയാനിൻ ചുവപ്പ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് ആന്തുമ്പോ ചുവപ്പ് കളറാവും.
3 കളറും പഠിച്ചല്ലോ. അടുത്ത അപ്പൊ ഇത്തരത്തിലുള്ള വർണ്ണവസ്തുക്കളാണ് നേരത്തെ പറഞ്ഞ പോലത്തെ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും ഒക്കെ നിറം കൊടുക്കുന്നത്. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു രാത്രിയിൽ സസ്യങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇത് ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നു. അതുകൊണ്ടാണ് പകല് പുറത്തിരുന്ന് മരച്ചുവട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ്നെസ് തോന്നുന്നത്. നേരെ മറിച്ച് രാത്രി എന്ത് സംഭവിക്കും? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഓക്സിജൻ പുറത്തു വിടുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജൻ പുറത്തു വിടുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും? രാത്രി സസ്യങ്ങൾ, നമ്മൾ മനുഷ്യരെ പോലെ മറ്റു ജീവജാലങ്ങളെ പോലെ സസ്യങ്ങളും എന്ത് ചെയ്യുകയാണെന്ന് അറിയാവോ? ശ്വസിക്കുകയാണ്. അതായത് ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ഈ പടത്തിൽ കാണുന്ന പോലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. മറ്റ് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ ശ്വസിക്കാനായിട്ട് ഈ പുറത്തുവിടുന്ന ഓക്സിജൻ വലിച്ചെടുക്കുന്നു, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ വിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും സസ്യങ്ങൾ വലിക്കുന്നു. അങ്ങനെ ഇതൊരു സന്തുലിതമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലന അവസ്ഥ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് താമസിക്കാൻ ഒരിടം എന്നൊരു ഭാഗത്ത് എപ്പിഫൈറ്റുകളെ പഠിക്കാനുണ്ട്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. എപ്പിഫൈറ്റിന് ഉദാഹരണം ഡാഷ് ആണ്, മരവാഴ. എന്താണ് ഈ എപ്പിഫൈറ്റ് എന്ന് പറയാം? അതായത് വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ചെടികളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റ്സ് എന്ന് പറയും. ഉദാഹരണം ഓർക്കിഡ്. അപ്പോ ഓർത്തു വെക്കാൻ എപ്പിഫൈറ്റ് എന്താണ്? മരങ്ങളിൽ ചുമ്മാ എത്തിപ്പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രം മരങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ. അതായത് മരത്തിനെ എത്തിപ്പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു അവന്മാര് എപ്പിഫൈറ്റ്. കിട്ടില്ല? എത്തിപ്പിടിക്കുക, എപ്പിഫൈറ്റ്. അടുത്താണ് പരാദങ്ങൾ. 2 തരം പരാദങ്ങളുണ്ട്. ചിലര് കുറച്ചേ മോട്ടിക്കുള്ളൂ, ചിലരെങ്ങനാ ഒരു നാണവും ഇല്ല, മൊത്തത്തിൽ അങ്ങ് മോട്ടിക്കും. അപ്പൊ അങ്ങനത്തെ 2 പേരെയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഇത്തിക്കണ്ണിയും മറ്റവൻ മൂടില്ലാത്ത ആളിയുമാണ്. അപ്പൊ ആദ്യത്തവൻ ഇത്തിക്കണ്ണിയുടെ കാര്യം പറയാം. ഇത്തിക്കണ്ണി ചെടിയിൽ പിടിച്ചു നിൽക്കുകയാണ്. അവന്റെ വേരുകൾ. അപ്പൊ ആദ്യത്തവനായ ഇത്തിക്കണ്ണിയുടെ കാര്യം പറയാം. ഇത്തിക്കണ്ണിക്ക് എന്തുണ്ടെന്നോ? ഇലയും വേരൊക്കെ ഉണ്ട്. അവൻ എന്ത് ചെയ്യും? അവൻ ഒരു ചെടിയിൽ പോയിരുന്നിട്ട് ആ ചെടിയുടെ ഉള്ളിലേക്ക് അവന്റെ വേരുകൾ ഇറക്കിയിട്ട് ആ ചെടി ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്തിട്ട് ഇവ സ്വന്തമായിട്ട് പാചകം ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അരിയും പഞ്ചസാരയൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ, നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലെ, അതാണ് ഇത്തിക്കണ്ണി ചെയ്യുന്നത്. മറ്റവനാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അവന് ഇലയൊന്നും ഇല്ലല്ലോ. ആർക്ക്? ഈ മൂടില്ലാത്ത ആളിക്ക്. അവനിങ്ങനെ ചുമ്മാ ഒരു വള്ളി പോലെ കാണാണ്. അവന് ഇലയൊന്നും ഇല്ല. അതുകൊണ്ട് അവന് ആഹാരം പാകം ചെയ്യാൻ പറ്റില്ല. പക്ഷെ വല്ലതും കഴിക്കണ്ടേ? അതിനവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവൻ മറ്റു ചെടികള് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് എടുത്ത് കഴിക്കുന്നത്. ആര്? മൂടില്ലാത്ത ആളി. അവന് ഫുഡ് ഉണ്ടാക്കാൻ ഒരു മൂടും ഇല്ല. അതാണ് മൂടില്ലാത്ത ആളി. മൂടില്ലാത്ത ആളി എന്ന് പറയുന്നവൻ പൂർണ്ണമായിട്ട് ഒരു പരാതമാണ്. ഇത്തിക്കണ്ണിയോ കുറച്ചല്ലേ മോട്ടിക്കുന്നുള്ളൂ. അവൻ അർത്ഥപരാതമാണ്. നമ്മളൊരു വീട്ടിൽ കയറി ചെന്നിട്ട് അവരുടെ ഫുഡ്, അവർ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് മൂടില്ലാത്ത ആള് ചെയ്യുന്നത്. SCERT 3-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റാഫ്ലേഷ്യ എന്ന് പറഞ്ഞ. അവനും ഒരു മൂടില്ല, ഫുഡ് ഉണ്ടാക്കത്തില്ല. അവനും സസ്യത്തിൽ നിന്ന് ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നതാണ്. മൂടില്ലാത്ത ആളിയെ പോലെ അവനൊരു മൂടില്ല ഫുഡ് ഉണ്ടാക്കാൻ. മൊത്തത്തില് വല്ലവരും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ആര്? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റാഫ്ലേഷ്യ. സ്വന്തമായി അവൻ ആഹാരം നിർമ്മിക്കുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ അർത്ഥപരാതം എന്ന് പൂർണ്ണപരാതം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർത്ഥപരാതം എന്ന് പറയുന്നു. ഉദാഹരണം ഇത്തിക്കണ്ണി. ഇനി അടുത്തത് മൂടില്ലാത്തവൻ. ഫുഡ് ഉണ്ടാക്കാൻ പോലും മൂടില്ലാത്തവൻ. അതെന്താ ചെയ്യാ? മൂട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണ പരാതം എന്ന് പറയുന്നത്. ഉദാഹരണം മൂടില്ലാത്ത ആളെയാണ്. അപ്പൊ അർത്ഥപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും എന്താ? മൊത്തത്തിൽ കള്ളന്മാര് തന്നെയാ. അപ്പൊ അവന്മാര് എന്തായിരിക്കും? ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷം തന്നെയാണ്. ഇതും പഠിച്ചു വെക്കണം. കാരണം ചുവടെ കൊടുത്തിരിക്കുന്ന ശവോപജീവികൾ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ എന്താണ് ഈ ശവോപജീവി? കേൾക്കുമ്പോ തന്നെ എന്തോ ശവമൊക്കെ തിന്നുന്ന ജീവിയാണെന്ന് തോന്നുന്നു അല്ലെ? പേര് പോലെ തന്നെ. അതായത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്നവ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അവന്മാരുടെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. മോണോട്രോപ്പെ നിയോട്ടിയ. മോണോട്രോപ്പ നിയോട്ടിയ. ഈ റൊട്ടിയിലും അച്ചാറിലും ഒക്കെ വളരുന്ന പൂപ്പലും ഒരു തരം ശവോപജീവിയാണ്. പിന്നെ പൂപ്പലുകൾ എന്ന് പറയുന്ന സസ്യവിഭാഗത്തിൽ പെടുന്നവയൊന്നും അല്ല. കൂൺ എന്ന് പറയുന്നതും പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ടതാണ്. കൂൺ. ചില സസ്യങ്ങൾക്ക് നേരെ നിവർന്നു നിൽക്കാൻ പറ്റും. എന്നാലും മറ്റു ചില സസ്യങ്ങളോ ഇത് വേറെ ഏതെങ്കിലും ചെടിയിലൊക്കെ ഇങ്ങനെ പടർന്നിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ തറയിൽ പടർന്നിട്ടായിരിക്കും കാണുക. സസ്യങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പലതരം സസ്യങ്ങളാണ്. ചില സസ്യങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റും, ചില സസ്യങ്ങൾ വള്ളികളായിരിക്കും, എവിടെയെങ്കിലും പടർന്നു കയറണം അല്ലെങ്കിൽ തറയിൽ പടർന്നു കിടക്കണം. അവയ്ക്കൊക്കെ ഓരോ പേരുണ്ട്. അതാണ്
ആദ്യം പറയുന്നത്. ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ്. അതായത് മറ്റു ചെടികൾ പടർന്നു കയറുന്ന തരം ദുർബല കാണ്ഡ സസ്യങ്ങളെയാണ് നമ്മൾ ആരോഹികൾ എന്ന് പറയുന്നത്. അപ്പൊ ആരോഹികൾ താങ്ങുകളെ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇവയ്ക്ക് എന്തുണ്ട്? സ്പ്രിങ് പോലെ ഒരു എന്ന് പറയും, അഥവാ പ്രധാനങ്ങൾ, വളഞ്ഞു വളഞ്ഞ് സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്, പ്രധാനങ്ങൾ. ആ പ്രധാനങ്ങൾ വഴി അവ താങ്ങില് ചുറ്റിപ്പിടിച്ച് കയറി പോകുകയാണ്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികൾ പിടിച്ചിരിക്കുന്നത്. കുരുമുളക് കണ്ടിട്ടുണ്ടോ? കുരുമുളകിന്റെ തണ്ടിൽ കുഞ്ഞു കുഞ്ഞു വേരില്ലേ, അത് ഇങ്ങനെ പറ്റിപ്പിടിച്ചല്ല മേളിലേക്ക് കവുങ്ങിലൊക്കെ കയറി പോകുന്നത്, അതിനെ പറ്റുവേര് എന്ന് പറയും. അല്ലാതെ പാവലൊക്കെ ഇല്ലേ, പാവലിനൊക്കെ ഉള്ളത് എന്താ? ടെൻഡ്രിൽസ് ആണ്. അപ്പൊ ഇവയെ എല്ലാത്തിനും നമ്മൾ പറയുന്ന ഏതാണ്? ആരോഹികൾ എന്ന് പറയുന്ന, ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. അതായത് കുരുമുളകും പാവലും പടവലും ഒക്കെ ആരാണ്? ആരോഹികളാണ്. പിന്നെ വേറെ ചിലരുണ്ട്, പൊങ്ങി പോകാൻ പറ്റില്ല, തറയിൽ കിടന്ന് പടരും. അപ്പൊ അവന്മാരെ പറയുന്നതാണ് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ്. ക്രീപ്പ് ചെയ്തു പോവാണ്, ക്രീപ്പേഴ്സ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ഇഴവള്ളികൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാ? മധുരക്കിഴങ്ങ്. നമ്മുടെ വള്ളി പറിച്ച് മാന്തി കഴിക്കുകയല്ലേ, വള്ളിയിലല്ലേ ഉണ്ടാവുന്നത്. പിന്നെ കൊടങ്ങല്, സ്ട്രോബെറി എന്നിവയെല്ലാം ഇഴവള്ളികൾ വരുന്നതാണ്. പിന്നെ ഇവരുടെ വളഞ്ഞ് കയറാനായിട്ട് എന്ത് വേണ്ട? ടെൻഡ്രിൽസ് അഥവാ പ്രധാനങ്ങൾ വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നുമില്ല. അടുത്തത് പ്രധാന ഇതാണ്, അതായത് ഈ താങ്ങ് വേരും പൊയ്ക്കാൽ വേരും കാണപ്പെടുന്നത് ഏത് തരം സസ്യങ്ങളിലാണെന്ന് വരാം ക്വസ്റ്റ്യൻ LP UPക്കാർക്ക്. താങ്ങ് വേരും പൊയ്ക്കാൽ വേരും, ക്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും. ഈ പേരാല് നോക്കിക്കേ, പേരാലിന്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടോ? അപ്പൊ ചില വേരുകൾ വന്ന് മണ്ണിൽ ഇങ്ങനെ താങ്ങി നിന്ന് വളരും. അപ്പൊ വലിയ തരം പേരാല് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശം ഫുള്ള് ഇങ്ങനത്തെ വേരുകളായിരിക്കും. വേരുകളുള്ള മരങ്ങളെയാണ്, അല്ലെങ്കിൽ അവയ്ക്കാണ്, അത്തരം വേരുകളെയാണ് താങ്ങുവേരെന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ ആറ്റുകൈത കണ്ടിട്ടുണ്ടോ? ആറ്റുകൈത. അപ്പൊ കൈത ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ വേര് പോലെ ഒരു സംഭവം. അത് കാണുമ്പോ കാല് പിടിപ്പിച്ചു വെച്ചേക്കുന്ന പോലെ തോന്നും. ഇത്തരം വേരുകൾക്കാണ് പൊയ്ക്കാൽ വരുന്നത്. അത് കണ്ട ആറ്റുകൈത കണ്ടോ? താഴെ നിന്നുള്ള വേര് പൊയ്ക്കാൽ വരും, മറ്റേത് തണ്ടിൽ നിന്നുള്ള ഒരു തരം വേരുകളാണ്. അപ്പൊ ജലവും ലവണവും വലിച്ചെടുക്കലും മാത്രമല്ല, ചെടികളെ താങ്ങി നിർത്താനും എന്തുപയോഗിക്കും? വേര് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളെയാണ് താങ്ങുവേരെന്നും പൊയ്ക്കാൽ വേരെന്നും പറയുന്നത്. പേരാലിൽ കാണുന്നത് താങ്ങുവേര്. ഇവ മുകളിൽ ശിഖരങ്ങളിൽ നിന്ന് താഴോട്ട് വളരും, നമ്മൾ കണ്ടല്ലോ ഓൾറെഡി. എന്നാൽ കൈതയിൽ എങ്ങനെയാണ്? തണ്ടിൽ നിന്നാണ് വേര് താഴേക്ക് വളരുന്നത്, താഴെ ഭാഗത്ത് നിന്നാണ് വളരുന്നത്. ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരെന്ന് പറയുന്നു. കണ്ടൽ ചെടി. അപ്പൊ ശ്വസന വേരുകൾ കാണപ്പെടുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സസ്യത്തിനാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയേ, കണ്ടൽ ചെടി അഥവാ മാംഗ്രൂവ്സ് നിങ്ങൾ കണ്ടു കാണും. കണ്ടൽ ചെടിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ എന്തോ ഒരു കുറ്റി ഇങ്ങനെ പൊങ്ങി നിൽക്കണതാണ് ഈ ചെടിയുടെ അടുത്ത്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കും. എന്താണ് ധർമ്മം എന്നറിയാവോ? വെള്ളത്തിന് മുകളിൽ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നത് കണ്ടോ? അതായത് വാതക വിനിമയത്തെ സഹായിക്കുന്നതാണ് ഇത്തരം വേരുകൾ. ഇവന്മാരെ അപ്പൊ എന്ത് പറയും? ശ്വസിക്കാൻ സഹായിക്കുന്നതാണ്, അഥവാ ശ്വസന വേരുകൾ എന്നാണ് പറയുന്നത്. കണ്ടൽ ചെടിയിലാണ് ശ്വസന വേരുകൾ കാണപ്പെടുന്നത്. ശ്വസിക്കാൻ വേണ്ടി തല വെള്ളത്തിന്റെ മേളിലേക്ക് പൊക്കി നിൽക്കുന്ന പോലല്ലേ നിൽക്കുന്നത്? ശ്വസന വേര് കണ്ടൽ ചെടി. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഭാഗമാണ് ഈ സംഭരണ വേരും ഭൂകാണ്ഡവും തമ്മിൽ. അപ്പൊ അത് ഏതൊക്കെ ചെടികളിലാണെന്ന് പഠിച്ചു വെക്കണം. വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്ട് എന്ന് പറയും. സംഭരണ വേര്. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് എന്ത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെയാണ് ഭൂകാണ്ഡം എന്ന് പറയും. അപ്പൊ ഭൂകാണ്ഡങ്ങളിൽ വരുന്നതാണ് ഉരുളക്കിഴങ്ങ്. സംഭരണ വേരുകളിൽ വരുന്നതാണ് മരച്ചീനി. ചുവടെ കൊടുത്തിരിക്കുന്നത് സംഭരണ വേരേത്, ഭൂകാണ്ഡങ്ങളേത്? ക്വസ്റ്റ്യൻ വരാം. സംഭരണ വേരിൽ വരുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, കപ്പ, മധുരക്കിഴങ്ങ്, കൂർക്ക എന്നിവയാണ്. ഭൂകാണ്ഡങ്ങളിൽ വരുന്നതോ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കൂവ എന്നിവയാണ്. അടുത്ത ചാപ്റ്റർ ആണ് ജീവജലം. അപ്പൊ അതിൽ നമ്മൾ പഠിക്കേണ്ട കൺസെപ്റ്റ് ലീനം, ലായകം, ലായനി. അതായത് നമ്മൾ എന്ത് സാധനമാണോ ലയിപ്പിക്കുന്നത് അതിനെ ലീനം എന്ന് പറയും. പഞ്ചസാരയാണ് ലയിപ്പിക്കുന്നതെങ്കിൽ പഞ്ചസാര ലീനമാണ്. ലീനം നമ്മൾ എന്തിലാണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. അപ്പൊ വെള്ളത്തിലാണെങ്കിൽ വെള്ളം ലായകമാണ്. അപ്പൊ ലീനം ലായകത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുമ്പോൾ
ആ ടോട്ടൽ രണ്ടിനെയും കൂടെ പറയുന്നത് എന്തെന്നാണെന്നറിയാവോ? ലായനി എന്നാണ്. അതായത് പഞ്ചസാര, വെള്ളം, ലായനി. പഞ്ചസാര, ലീനം. വെറും വെള്ളം ഉണ്ടല്ലോ, ലായനി. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് തന്നെ നമുക്ക് ജലത്തെ സാർവിക ലായകം എന്ന് പറയാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ജലവിതാനം എന്ന് പറയും. എന്താണ് ജലവിതാനം? ഒരേപോലെ നിൽക്കാൻ ഒരു ടെൻഡൻസി, ഇതിനെയാണ് ജലവിതാനം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ വെള്ളം ഇങ്ങനെ ഒരേ ലെവലിൽ നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ ഊറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഇപ്പത്തെ ഇത് ഇങ്ങോട്ട് ചെല്ലാൻ ഒരു ടെൻഡൻസി വരും. അതായത് വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനയ്ക്കുമായിട്ട് വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂഗർഭ ജലവിതാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളിലും ജലവിതാനം കുറയാനിട വരും. അപ്പൊ ഇവിടുന്ന് എടുക്കുന്ന അനുസരിച്ച് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോകാൻ ടെൻഡൻസി വരും. അപ്പൊ മൊത്തത്തില് വെള്ളം കുറയും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാഠത്തില് ശുദ്ധജലം 3.5% സമുദ്രജലം 96.5% കൊടുത്തിട്ടുണ്ട്. ഈ 3.5% നമുക്ക് ശുദ്ധജലമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ഉപ്പുവെള്ളമാണ്. രണ്ട് കൺസെപ്റ്റ് ആണ്. എന്താണ് ബാഷ്പീകരണം, എന്താണ് സാന്ദ്രീകരണം? ബാഷ്പീകരണം എന്ന് വെച്ചാൽ എന്താ? ബാഷ്പമാവുക. അതായത് ദ്രാവകങ്ങൾ ചൂടായിട്ട് ബാഷ്പമായി മാറുന്ന പ്രക്രിയയെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഇനി വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രവർത്തനത്തെ എന്ത് പറയും? സാന്ദ്രീകരണം എന്ന് പറയും. വാതകങ്ങൾ ദ്രാവകമായി മാറുന്നത് സാന്ദ്രീകരണം, ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്നത് ബാഷ്പീകരണം. വെള്ളം നീരാവിയായിട്ട് മാറുന്നത് ബാഷ്പീകരണമാണ്, നീരാവി വെള്ളമായിട്ട് മാറുന്നത് സാന്ദ്രീകരണമാണ്. പിന്നെ വിവിധ ജലസംഭരണ മാർഗങ്ങളിൽ മഴക്കുഴി, കയ്യാല ഇതൊക്കെ ചെയ്തിട്ട് ജലം സംരക്ഷിക്കാൻ പറ്റും. വിവിധതരം ജലസംഭരണ മാർഗങ്ങളാണ് പറയുന്നത്. ജലം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ചില മെത്തേഡുകൾ. ഒരെണ്ണമാണ് ജലസംഭരണി, സിൽപോളിൻ കൊണ്ട് നിർമ്മിച്ചേക്കുന്നത്. ഇത് ചാപ്റ്റർ മാനത്തെ നിഴൽക്കാഴ്ചകൾ. സുതാര്യ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താ? പ്രകാശത്തെ പൂർണ്ണമായിട്ട് കടത്തിവിടുന്ന വസ്തു സുതാര്യ വസ്തു അഥവാ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇനി പ്രകാശത്തെ ഭാഗികമായിട്ടാണ് കടത്തിവിടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻ ഒബ്ജക്റ്റ് എന്ന് പറയും. സൂര്യഗ്രഹണം പണ്ടൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് ഏത് ഓർഡറിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം വരുന്നത്. അപ്പൊ EMS സൂര്യഗ്രഹണം കേട്ടോ. അതായത് എർത്ത് മൂൺ സൺ ഓർഡറിൽ വന്ന സൂര്യഗ്രഹണം. EMS സൂര്യഗ്രഹണമാണെന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് സംഭവം എന്ന് വെച്ചാല് സൂര്യനും ഭൂമിയുടെ ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ ഈ ചന്ദ്രന്റെ തൊട്ട് പുറകെ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഭൂമിയിലെ, ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ചന്ദ്രന്റെ ബാക്ക് ഭാഗം, അതായത് ആ ഇരുണ്ട ഭാഗമേ കാണാവുള്ളൂ. അപ്പോൾ സൂര്യനെ കാണുന്നില്ല. അപ്പൊ ഈ പ്രദേശത്ത് എന്താണെന്ന് പറയും? സൂര്യനെ ഗ്രഹിച്ചിരിക്കുകയാണ്, സൂര്യനെ കാണുന്നില്ല, മറച്ചേക്കുകയാണ്, അവിടെ സൂര്യഗ്രഹണമാണെന്ന് പറയും. അതാണ് സൂര്യഗ്രഹണം. EMS സൂര്യഗ്രഹണം. അടുത്തത് ചന്ദ്രഗ്രഹണം എന്താന്ന് നോക്കാം. അത് ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രഗ്രഹണം മെസ് എന്ന് ഓർത്താൽ മതി. മെസ്. ഇപ്പൊ ചന്ദ്രന്റെ നിഴല് കണ്ടാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കുറെ വ്രതങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ചന്ദ്രഗ്രഹണം ആണെങ്കിൽ മെസ് ഇല്ലാന്ന് ഓർത്താൽ മതി. അപ്പൊ മെസ് ചന്ദ്രഗ്രഹണം അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല. അപ്പോ ഇവിടുത്തെ കേസിൽ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പൊ ഈ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ വരുന്നത് കൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചന്ദ്രനെ ഗ്രഹിച്ചിരിക്കുകയാണ്, ചന്ദ്രനെ വിഴുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. വിത്തിനുള്ളിൽ ജീവൻ. നാലാമത്തെ ബീജാങ്കുരണമാണ് പറയുന്നത്. അതായത് ജെർമിനേഷൻ ഓഫ് സീഡ്, ഒരു വിത്ത് മുളയ്ക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതായത് അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. അപ്പോൾ വിത്തിലെ ഉള്ള സൂക്ഷ്മദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിച്ച് വിത്ത് കുതിർത്ത് അതിന്റെ പുറന്തോട് പൊട്ടിച്ച് വിത്തിനുള്ളിലെ ഭ്രൂണം ശ്വസിക്കുന്നുണ്ട്. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഏതാണ്? താഴോട്ടുള്ള ഭാഗമാണ്. ബീജം മൂലമാണ് അല്ലെ, വേരുറച്ചിട്ടല്ലേ നേരെ നിൽക്കുന്നത്. അപ്പൊ ആദ്യം വേരാണ്, താഴോട്ടാണ് വരുന്നത്. അതിന് പിന്നീടാണ് മേളിലേക്കുള്ളത് ബീജ ശീർഷം വളരുന്നത്. ബീജശീർഷം വളർന്ന് കാണ്ഡമായിട്ട് മാറും. പിന്നെ ഇവരൊന്ന് നേരെ നിൽക്കാറാവുന്നത് വരെ ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? ബീജപത്രമാണ്. അത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചതാ. പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ബീജമൂലം, പിന്നീട് മേളിലേക്ക് ബീജശീർഷം, പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ബീജപത്രം. ഇതൊരു പ്രധാന ഭാഗമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. എന്താണ് കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ? സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേരും തണ്ടും ഇലയൊക്കെ മുളച്ചിട്ട് പുതിയ സസ്യം ഉണ്ടാകുകയാണ് കായിക പ്രജനനം. മറ്റെന്താ? ആൺപെൺ പൂവ് യോജിച്ച് ഉണ്ടാകുന്നത്, അത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. ഇത് അങ്ങനല്ല. ഇവിടെ എന്താണ്? രണ്ടും സംഗമങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ എന്താ? വേര് തണ്ട് ഇലയൊക്കെ ഒടിച്ചു കൂത്തി ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. പിന്നെ അടുത്തതാണ് വിത്ത് വിതരണം എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പൊ ഒരു ചെടിയുടെ ചോട്ടിൽ തന്നെ ഉള്ള വിത്ത് ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ
വിത്തുകൾക്ക് എന്താ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് വരും അല്ലെ, കുറെയൊക്കെ നശിച്ചു പോകും. അപ്പൊ എന്താ, ഈ ഉണ്ടായിരിക്കുന്ന വിത്ത് പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനെയാണ് വിത്ത് വിതരണ മാർഗങ്ങൾ ആയിട്ട് നമുക്ക് പറയാവുന്നത്. മഹാഗണി, ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു സംഭവം ഇങ്ങനെ തീരെ കനയില്ലാത്ത സാധനം ഇങ്ങനെ പറന്ന് 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 ഇങ്ങനെ പോകുന്നത് ദൂരോട്ടൊക്കെ ആ മരത്തിൽ നിന്ന് പല പല സ്ഥലങ്ങളിലായിട്ട് പോകും. അതുപോലെ വെണ്ട, വെണ്ട ഇങ്ങനെ പൊട്ടിയിട്ട് തെറിച്ചു പോവാണ് വെണ്ടക്കുരു. പിന്നെ തേങ്ങ കണ്ടോ, തേങ്ങ ദേ വെള്ളത്തിലൂടെ ഒഴുകി പോവാണ്. അപ്പൊ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള ഒരു സ്ട്രക്ചറാണ് തേങ്ങയ്ക്കുള്ളത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ട് തെങ്ങായിരുന്നു ഉത്തരം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ടത്. ഇത് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ കേട്ടോ. കാറ്റ് വഴി അപ്പൂപ്പൻ താടി, അതായത് അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് പറന്ന് കാറ്റ് വഴിയല്ലേ വിത്ത് വിതരണം നടത്തുന്നത്. പിന്നെ ജലം വഴി തെങ്ങ്, ഈ കാറ്റ് വഴി മഹാഗണിയുണ്ട്, മഹാഗണി നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ജലത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, തെങ്ങ് PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ജന്തുക്കൾ വഴി, ആൽമരത്തിലെ കുരു കാക്ക തിന്നുന്നു, കാക്ക അത് കഴിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി അത് വിതരണം നടത്തുന്നു. പിന്നെ പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ് നടത്തുന്നത്. ഇനി പൊട്ടിത്തെറിച്ചതും ഇമ്പോർട്ടന്റ് ആണ്. വെണ്ടയും കാശിത്തുമ്പയും, കാശിത്തുമ്പയെ കാണിച്ചു തരാം. ഇതാണ് കാശിത്തുമ്പ. കാശിത്തുമ്പ നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് ബാൽസ്യം എന്നും പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ കാശിത്തുമ്പയും വെണ്ടയും എങ്ങനെയാണ്, പൊട്ടിത്തെറിയാണ്, പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണം നടത്തുന്നത്. പഠിച്ചല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചില്ലേ. പിന്നെ ഓരോ വിളകളും ഏത് സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതായത് കൈതച്ചക്കയും മരച്ചീനിയും തക്കാളി ഉരുളക്കിഴങ്ങും പച്ചമുളകും പേരക്കയും പപ്പായയും കാപ്പിയൊക്കെ അമേരിക്കയിൽ നിന്നാണ്. തേയില ചൈന, നിങ്ങൾക്ക് അറിയാലോ തേയില ചൈനയിൽ നിന്നാണെന്ന്. പിന്നെ ക്യാബേജ് യൂറോപ്പിൽ നിന്നാണ്. റബ്ബറും കശുമാവും ബ്രസീലിൽ നിന്നാണ്. അഞ്ചാമത്തെ ലാസ്റ്റ്, ഊർജത്തിന്റെ ഉറവകൾ, ഇന്ധനങ്ങൾ എന്താണെന്ന് പറയാം. ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അപ്പൊ പാചകാവശ്യത്തിനായിട്ടുള്ള വിറക്, മണ്ണെണ്ണ, വാഹനം ഓടിക്കാൻ ആവശ്യമായ പെട്രോൾ, ഡീസൽ, ഇതൊക്കെ കത്തുമ്പോ താപം പുറത്തുവിടും. അപ്പൊ ഇവരെയൊക്കെ എന്ത് പറയാം? ഇവരെയൊക്കെ ഇന്ധനങ്ങൾ എന്ന് പറയാം. കൽക്കരി ഖര ഇന്ധനമാണ്. പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ ഒക്കെ എങ്ങനെ ലിക്വിഡ് ഫോം ആണ്. അപ്പൊ അവരൊക്കെ എന്താണ് പറയുന്നത്? ദ്രാവക ഇന്ധനം എന്നാണ് പറയുന്നത്. ഇനി വേറെ ഒരെണ്ണം ഉണ്ട്, വാതക ഇന്ധനം. അതായത് LPG, CNG, ഹൈഡ്രജൻ ഒക്കെ വാതക ഇന്ധനമാണ്. ഇത് നിങ്ങൾക്ക് വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്, അതായത് കൺവെൻഷണൽ എനർജി സോഴ്സസ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? 4 ഓപ്ഷൻ. അപ്പോ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പൂപ്പൻ പാരമ്പര്യമായിട്ട് എനിക്ക് 1 കിലോ സ്വർണം തന്നു. ഈ 1 കിലോ സ്വർണം ഞാൻ എടുത്തെടുത്തത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ തലമുറകൾക്ക് ഉണ്ടാവോ? ഇല്ല, തീർന്നു പോകുന്നതാ. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്ത് പോലെയാ, ഉപയോഗിച്ച് തീർന്നു. കാരണം അപ്പൂപ്പൻ ഉണ്ടാക്കി തന്നത് 1 കിലോയേ ഉള്ളൂ, അത് കൂടാനൊന്നും പോകുന്നില്ല. അത് ഞാൻ ഉപയോഗിച്ച് തീർത്താ തീർന്നതാണ്. അത്തരം എനർജി സോഴ്സുകളെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഉദാഹരണം, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാവുന്നത്. സസ്യങ്ങളിൽ നിന്ന് കൽക്കരിയും മറ്റ് ജീവിയിൽ നിന്ന് പെട്രോളിയം ഉണ്ടാവും. ഇവയെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും. ഇത്തരം ഇന്ധനങ്ങളെ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അത്രയും പ്രോസസ്സിങ് നടന്നിട്ടുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് തീർന്നാൽ തീർന്നു പോകും. എന്തുപോലെ? അപ്പൂപ്പന്റെ പാരമ്പര്യ ഗോൾഡ് പോലെ. അപ്പൊ ഇത്തരം സാധനങ്ങളെ, ഇവയെ പാരമ്പര്യ ഇന്ധനം എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഇനി മാറിപ്പോകത്തില്ലല്ലോ. ഇതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. അപ്പൂപ്പന്റെ സ്വർണ്ണമല്ല. അതായത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയും. സൗരോർജം, കാറ്റ്, തിരമാല, ഇതൊക്കെ എന്താ? ഇതൊന്നും ഒരിക്കലും നിന്നു പോകുന്നില്ല, വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉണ്ടാക്കുന്നൊന്നല്ല, അല്ലാണ്ട് പ്രകൃതി തന്നെ ഇങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവയെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. മറ്റത് ഫിക്സഡ് ആണ്, ഇതല്ല വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്. അപ്പൊ പാരമ്പര്യേതരവും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും തമ്മിലുള്ള ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ചുകൂടി ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതിന്റെ എക്സാമ്പിളും ഒക്കെ പഠിക്കും. അപ്പൊ നമ്മൾ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 5ാം ക്ലാസ് പാർട്ട് 1 പഠിച്ചു. നിങ്ങൾ നന്നായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് നമ്മുടെ മലയാളം ബുക്കാണ്. ഇത് വാങ്ങാത്തവർ വാങ്ങുക കേട്ടോ. ഈ ബുക്കിന്റെ ക്ലാസ്സും ഇതിന്റെ അപ്ഡേറ്റഡ് വേർഷനും നമ്മുടെ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക്
ഒരു 22 രൂപയും കൂടെ അഡീഷണൽ അടച്ചാൽ 1 വർഷം വാലിഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ബോണസ് ആയിട്ട് SCRT ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങാത്തവർ വാങ്ങുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. പിന്നെ LP UPക്കും കേറ്ററ്റിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. LP UPക്കാർക്ക് മലയാളം ഭാഷാപരമൊക്കെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. മലയാള സാഹിത്യം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്ലി PSC എടുത്തതിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ നോക്കുക കേട്ടോ. പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.